വിക്ടോറിയ കേരളത്തിന് തിരുവനന്തപുരം പോലെ കാനഡയിൽ ബ്രിട്ടീഷ് കൊളംബിയയ്ക്ക് വിക്ടോറിയ അവരുടെ ക്യാപിറ്റൽ സിറ്റി. ഒരു ഫെറി പിടിച്ചിട്ടാണ് വിക്ടോറിയയിലേക്ക് പോകേണ്ടത്. വിക്ടോറിയയിലേക്ക് പോകുമ്പോൾ സാധാരണ ഫെറിയിൽ പോകുമ്പോൾ നമുക്ക് കാർ നമ്മുടെ കൂടെ കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് കൊണ്ടുപോകാം. അതല്ലെങ്കിൽ നമുക്ക് ഫെറിയിൽ കയറി അവിടെ ചെന്നിട്ട് പബ്ലിക് ട്രാൻസ്പോർട്ട് ബസ്സുകളും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് പോവാം. വിക്ടോറിയയിലെ പാർലമെൻറ്റ് മന്ദിരം, പിന്നെ മ്യൂസിയം, പിന്നെ അവിടുത്തെ രാത്രി കാഴ്ചകൾ, അതുകൂടാതെ വ്യക്തിപരമായിട്ട് നമ്മളെ ആകർഷിച്ച ചില കാഴ്ചകൾ, അതൊക്കെയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒറ്റനോട്ടത്തിൽ മൈസൂർ കൊട്ടാരം പോലെ തോന്നുന്ന 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം നിർമ്മിച്ച ഒരു കെട്ടിടം. അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണങ്ങളിലൊന്ന് അവിടുത്തെ ടൂറാണ്. ആ ടൂറ് വിദ്യാർത്ഥികൾക്കും ആ നഗരത്തിലേക്ക് വരുന്ന ആൾക്കാർക്കും വേണ്ടി അവർ ഗവൺമെൻറ് ഫ്രീ ആയിട്ട് സ്പോൺസർ ചെയ്യുന്ന ഒരു സാധനമാണ്. അവിടെ നമ്മൾ ടിക്കറ്റ് എടുക്കണം. അത് പക്ഷേ അവർ ആ ടിക്കറ്റ് 20 പേരോ മറ്റോ ഉള്ള ഒരു ആൾക്കാരെ അറേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ടിക്കറ്റാണ്. അല്ലാതെ നമുക്ക് പൈസ കൊടുത്തല്ല ടിക്കറ്റ് എടുക്കുന്നത്. കാനഡയ്ക്കും കൊളോണിയൽ ചരിത്രമുണ്ട്. ബ്രിട്ടീഷുകാരാണ് ഇവിടെ ഭരിച്ചിരുന്നത്. അപ്പോൾ ബ്രിട്ടീഷ് കോളനിയുടെ ഭാഗമായിരുന്നു കാനഡയിലെ ബ്രിട്ടീഷ് കൊളംബിയയും. അപ്പോൾ ഈ വിക്ടോറിയ എന്ന് പറയുന്ന പേരും കാനഡയിലെ പാർലമെൻറ്റിൻ്റെ ഒരു സ്ട്രക്ചറും ഒക്കെ അവർ വളരെ വ്യക്തമായിട്ട് നമുക്ക് അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു തരും. അപ്പോൾ ഈ പാർലമെൻറ്റ് നമ്മുടെ പാർലമെൻറ്റ് മന്ദിരം പോലെയല്ല ഇവരുടെ പാർലമെൻറ്റ്. ഇവർ ഭരണ പ്രതിപക്ഷങ്ങൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഇരിക്കുന്നത്. കാര്യം ഇവർ വെപ്പൺസ് ഇപ്പോഴല്ല, പണ്ട് സമയത്തൊക്കെ വെപ്പൺസ് കൊണ്ടുവരികയും അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യുന്ന, വാളൊക്കെ വെച്ച് യുദ്ധം ചെയ്യുന്ന ഒരു സംവിധാനമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണമാണ് ഈ രീതിയിൽ സീറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വിൻഡോയെക്കുറിച്ച് അവർ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു. ഇത് ക്യൂൻ എലിസബത്തിൻ്റെ 50ാമത്തെ വാർഷികവുമായിട്ട് ബന്ധപ്പെട്ട് എന്തോ ഇവിടെ സ്ഥാപിച്ചതാണ്. അത് കാനഡയിൽ തന്നെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇത് മാത്രമാണ് ഇവിടെയുള്ള ആൾക്കാർ, ഈ ജനറേഷനിലുള്ള ആൾക്കാർ അവർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിയത് എന്നുള്ള രീതിയിലൊക്കെ അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു. ആകർഷിക്കുന്നത് ഈ നാഴികക്കുടം അല്ലാണ്ട് ഈ ഒരു ഡോമാണ്. അപ്പം അത് 4 നിലയ്ക്കകത്തൂടെ ഒരു ഹോൾ പോലെ നിലനിൽക്കുന്നു. അപ്പോൾ ഇതിന് ചുറ്റും കുറേ ചിത്രങ്ങളുണ്ട്. ആ ചിത്രങ്ങൾ വരച്ചവരെക്കുറിച്ചും അതിനകത്ത് ഇല്ലാത്തതിനെക്കുറിച്ചും അല്ലാണ്ട് അത് എന്തിനെയൊക്കെ റെപ്രസെൻറ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ അടുത്ത് സംസാരിക്കുന്നുണ്ടായിരുന്നു. മ്യൂസിയമാണ്. അത് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു മ്യൂസിയമാണ്. അവിടെ അധികം സമയം സ്പെൻഡ് ചെയ്യാൻ എനിക്ക് പറ്റിയില്ല. പക്ഷേ അവിടുത്തെ ഒരു ഐമാക്സ് ഷോ ഉണ്ട്. ആ ഐമാക്സ് ഷോ എന്ന് പറഞ്ഞാൽ ഏകദേശം 6 നില ബിൽഡിങ്ങിൻ്റെ അത്രയും ഹൈറ്റിലാണ് ആ ഒരു സ്ക്രീനുള്ളത്. അത് കാനഡയിൽ ആദ്യത്തെ ഏറ്റവും ലാർജസ്റ്റ് സ്ക്രീനായിരുന്നു. ഇപ്പം മറ്റു പലയിടത്തും ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അവിടെ ഒരു വെയിൽ വാച്ചാണ് നമ്മൾ കണ്ടത്. പിന്നെ അതുകൂടാതെ ഈ മ്യൂസിയത്തിനകത്ത് നമുക്കൊരു ദിവസം തന്നെ വേണമെങ്കിൽ നമുക്ക് സ്പെൻഡ് ചെയ്യാം. അത്രത്തോളം ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഹിസ്റ്ററിയെ കണക്ട് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ആ മ്യൂസിയത്തിനകത്തുണ്ട്. വഴിയോര കാഴ്ചകളിലേക്ക് വരുമ്പോൾ ഈ കുതിര നമ്മളെ വല്ലാതെ ആകർഷിച്ചു. കാരണം ഇതൊരു വലിയ സൈസുള്ളൊരു കുതിരയാണ്. അത് മാത്രമല്ല അതിനെ ഡെക്കറേറ്റ് ചെയ്തേക്കുന്നതും ഒക്കെ നമ്മളൊന്ന് ആശ്ചര്യപ്പെടുന്നൊരു സാധനമാണ്. പിന്നീട് ഈ കൈവണ്ടി വലിച്ചുകൊണ്ട് ഓടുന്ന സായിപ്പ് നല്ല രീതിയിൽ ബോഡി ബിൽഡ് ചെയ്ത് മനസ്സിലായില്ല, ജിമ്മൻ ഒരു കട്ടയാണ്. അപ്പോൾ അങ്ങനെ വൈറ്റ് ടീഷർട്ടും വൈറ്റ് നിക്കറും ഒക്കെ ഇട്ട് തലയും തൊപ്പിയും വെച്ച ആൾക്കാരെ കൈവണ്ടി വലിക്കുന്ന ഒരു മനുഷ്യൻ. പിന്നെ ഒരു ഡബിൾ ഡെക്കർ ബസ്. പിന്നെ വൈകുന്നേര സമയങ്ങളിൽ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഫെറി വഴിയാണ് നമ്മൾ വരുന്നത്. ഇതൊരു ഹാർബറാണ്. ഇവിടെ കുറേ ബോട്ടുകളുണ്ട്. ആ ബോട്ടുകൾ കയറി വേണമെങ്കിൽ നമുക്ക് വെയിൽ വാച്ചിന് പോവാം, തിമിംഗലത്തെ കാണാൻ പോവാം. പിന്നെ ഇത് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ആൾക്കാർ ഒരു ചെളി നിറഞ്ഞ സ്ഥലമായിരുന്നു. ഇവിടെ ആളുകൾ ഫിഷിങ്ങിന് വരുന്ന ഒരു സ്ഥലമായിരുന്നു. അവിടെ അങ്ങനെയാണ് ഈ ഒരു നാഗരിക സംസ്കാരം അവിടെ ഉണ്ടായത്. സമീപ സമയത്ത് ഇന്ത്യൻ പാർലമെൻറ്റിൽ സ്ഥാപിച്ചതുപോലെയുള്ള ചെങ്കോൽ ഇവിടെയും ഒരു സമയത്ത് ഉപയോഗിച്ചിരുന്നു. പിന്നെ ഇംഗ്ലണ്ടുമായിട്ട് വളരെ ഒരു വലിയ വിധേയത്വം ഇവർക്കുള്ളതായിട്ട് കാണുന്ന രീതിയിൽ അവരുടെ പതാകകളൊക്കെ ഉണ്ട്. അവരുടെ പതാകകളും കാര്യങ്ങളൊക്കെ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. പിന്നീട് ഒരു ഗേറ്റാണ്. ആ ഗേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജനാധിപത്യ സംവിധാനത്തിനോട് അത്രയും അങ്ങോട്ട് യോജിക്കുന്ന ഒന്നല്ല. ഈ ഗേറ്റ് ഇവിടുത്തെ രാജാവിനും ഗവർണറിനും അതല്ലെങ്കിൽ പുറത്തുനിന്ന് വരുന്ന വിശിഷ്ടാതിഥികൾക്ക് മാത്രം വേണ്ടി ഓപ്പൺ ചെയ്യുകയും ഈവൻ കാനഡയുടെ പ്രധാനമന്ത്രി വന്നാൽ പോലും ഇത് ഓപ്പൺ ചെയ്യാത്ത ഒരു ഗേറ്റ് എന്നുള്ള രീതിയിൽ അവർ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അതെനിക്ക് അത്രത്തോളം ഉൾക്കൊള്ളാൻ കഴിഞ്ഞു. ഇതൊക്കെയാണ് വിക്ടോറിയയിൽ പാർലമെൻറ്റ് മന്ദിരത്തോടും മ്യൂസിയത്തോടും ആ ഡൗൺ ടൗണിലും കണ്ട കാഴ്ചകൾ. പിന്നീടുള്ള ഒരു സ്കൈ വാക്കിനെ കുറിച്ചുള്ളതാണ്. അതൊരടുത്ത വീഡിയോയിൽ പറയാം.